ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പൊ ഞാൻ ഷോപ്പിലുള്ള ദിവസം നമ്മുടെ ഒരു വൈകുന്നേരം എങ്ങനെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാട്ടോ. ശുക്രമണി നേഴ്സറി എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടോരാ ജംഗ്ഷനിലേക്ക് വിടും കേട്ടോ. ഒന്നില്ലെങ്കിൽ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ദോശ. ഇന്ന് ദോശയായിരുന്നു കേട്ടോ. അപ്പൊ ദോശ മേടിച്ചു നമ്മൾ ത്രിവേണിന്ന്. അതിനുശേഷം ഇങ്ങനെ വണ്ടി മുട്ടിക്കാനുള്ള ഇങ്ങനത്തെ ഒരു ഫ്ലവേഴ്സ് ഇല്ലേ, പല കളറിന്റെയും, അതും വാങ്ങിച്ചു കേട്ടോ. അതൊക്കെ തീർന്നിരിക്കുകയാണ്. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാറായിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ദോശ മേടിക്കുന്ന സമയത്ത് കടയിൽ നിന്ന് നമ്മുടെ അഖില വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്, പെട്ടെന്ന് വരാൻ പറഞ്ഞ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ദോശയും കൊണ്ട് വന്ന് സുക്രുവിന് ആ ദോശ കൊടുത്തു കേട്ടോ. കൂട്ടത്തില് ഞാന് കുറേ നാളായിട്ട് അന്വേഷിച്ച് നടന്നത് ഈ ഒരു കേക്ക് മേടിച്ചു. നമ്മുടെ അവിടെ പുല്ലൂറ്റ് കടകളിലൊന്നും കാണുന്നുണ്ടായില്ല കേട്ടോ. അപ്പൊ ദേ വെള്ളാങ്കല്ലൂർ കണ്ടപ്പോൾ നമ്മത് വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ദേ നമ്മൾക്ക് ഇനി സൂപ്പർ മാർക്കറ്റിൽ പോകണം. അപ്പോഴേക്കും അല്ലറ ഇല്ലറ കുറച്ച് തിരക്കുകളൊക്കെ വന്നിട്ട്, അപ്പൊ നമുക്ക് ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ടുള്ള ദിവസമായിരുന്നു അന്ന്. നമ്മുടെ കൂടെ റോഷൻ ചേട്ടൻ ഉണ്ട് കേട്ടോ. റോഷൻ ചേട്ടൻ സൂചേട്ടൻ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റോഷൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ സൂചേട്ടന്റെ ചങ്കാണ് കേട്ടോ. ഞങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് തന്നെ പറയാം. റോഷൻ ചേട്ടൻ അപ്പുറത്തെ ടയർ കടയാണ് കേട്ടോ. അപ്പൊ ഞാൻ റോഷൻ ചേട്ടനോട് പറയാണ്ട് എന്റെ വീഡിയോയിൽ റോഷൻ ചേട്ടന്റെ ടയർ കട ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ദിവസം നല്ല ഒരുങ്ങിയൊക്കെ വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ റോഷൻ ചേട്ടൻ നീ ഒന്ന് പോയേ, എന്റെ ടയർ കടൊന്നും കാണിക്കണ്ട, അതാകെ ഇരുട്ട് പിടിച്ച് കിടക്കണേരിക്കും, അങ്ങനെ എങ്ങനെയൊക്കെ. അപ്പൊ ഒരു ദിവസം ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എനിക്കൊക്കെ ആദ്യത്തെ ഒരു അനുഭവമായിട്ട് ഇങ്ങനത്തെ ടയർ റിസോൾവിംഗ് ഇല്ല, അങ്ങനത്തെ ഒരു കടയാണ് കേട്ടോ. അപ്പൊ അത് നമുക്ക് ഒരു ദിവസം ചെയ്യാം. അപ്പൊ ദേ ഈ വണ്ടി ഡെലിവറി ഉണ്ടായിരുന്നു കേട്ടോ, ആ ഒരു റെഡ് വണ്ടി. അപ്പൊ ദേ സുക്രുവിനെ കൊണ്ടാണ് കേട്ടോ സൂചേട്ടൻ ഡെലിവറി ചെയ്യിച്ചത്. അതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷല്ലേ. അപ്പൊ ദേ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു എൻഫീൽഡ് വന്നിട്ടുണ്ട്. അത് ഡിസ്പ്ലേ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മയിൽപ്പീലി പച്ചയായിരുന്നു കേട്ടോ അതിന്റെ കളർ. അങ്ങനെ ദേ ഞങ്ങൾ മൂന്നാളും കൂടി ചായക്കടയിൽ ഒന്ന് ചായ പിടിക്കാൻ പോകണം. സുക്രുവിന്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ അപ്പുറത്തെ ചായക്കടയിൽ തന്നെയാണ് നമ്മൾ പോയത്. പഴംപൊരി അധികം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വളരെ ഇഷ്ടക്കുറവിലാണ് ട്ടോ കഴിച്ചു തുടങ്ങി. പക്ഷെ അടിപൊളി പഴംപൊരി ആയിരുന്നു, ചൂടില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ദേ തിരിച്ച് നമ്മൾ വന്നിട്ടാ. അപ്പോൾ സുചേട്ടന് കുറച്ച് ഉപ്പും കൂടെ പണികൾ ഉണ്ടായിരുന്നു. അതിനുശേഷം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ദേ നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ടാ. സൂപ്പർ മാർക്കറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇവിടുത്തെ ബില്ലിംഗ് ഒക്കെ കയ്യിൽ എഴുതി കൂട്ടാണ് ചെയ്യുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരിക്കും. പിന്നെ നമുക്ക് ഈ ബില്ല് കമ്പ്യൂട്ടറിൽ അടിക്കാത്തതുകൊണ്ട് GST ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടറിൽ ബില്ലടിക്കുന്ന ആ ഒരു സൂപ്പർ മാർക്കറ്റിലെ കുറച്ച് മുന്തിയത്, അതിനെ അപേക്ഷിച്ച് വളരെയധികം ബില്ലിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഈ ചാണാശ്ശേരി എന്ന് വായിക്കുമ്പോൾ ഇത് വെള്ളാങ്കല്ലൂർ സെന്ററിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ നമ്മൾ മുഴുവനായിട്ട് വാങ്ങിക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ എപ്പോഴെപ്പോഴും വരണ്ടേ. ഈ സാധനങ്ങൾക്കൊക്കെ എന്തായാലും വില, എല്ലാത്തിനും വില കൂടിയിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ സുധിച്ചേട്ടനാണ് മേടിച്ചുകൊണ്ട് വരാറ്. ഞാനങ്ങനെ കടയിൽ പോവാറുണ്ടായില്ല. പക്ഷെ ഇപ്പൊ ഞാൻ കടയിൽ പോകുമ്പോഴാണ് എനിക്ക് ഓരോ സാധനങ്ങളുടെ വിലകൾ മനസ്സിലാവുന്നത് കേട്ടോ. ഓരോ സാധനത്തിനും ഭയങ്കര വില കൂടിയിട്ടുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കുമല്ലോ, നമ്മുടെ ശമ്പളം മാത്രം കൂടുന്നില്ല. ആ ഒരു അവസ്ഥയാണ്. എല്ലാത്തിനും വിലയാണ്. നമ്മൾ ഈ പയറ് കടലൊന്നും മേടിക്കാറില്ല. പക്ഷെ ഇപ്പൊ പിള്ളേര് തിന്നണോണ്ടാണ് ഇതൊക്കെ മേടിക്കുന്നത്. ഞാൻ ഈ ഒരു ചേട്ടനെ കാണിക്കാൻ കാരണം എന്താ വെച്ചാല് എല്ലാം മനക്കണക്കാണ് കേട്ടോ. ഞങ്ങളുടെ ആ ഒരു കണക്കാണ്, ഒരു 10, 12, ഒരു 20 ഐറ്റമെങ്കിലും ഉണ്ടാവും. അത് മൊത്തം ആള് മനക്കണക്ക് കൂട്ടിയിട്ടാണ്ടോ. അതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് വളരെ അപൂർവല്ലേ. പിന്നെ നമ്മള് അവിടെ നിന്ന് ഇറങ്ങി ബില്ലൊക്കെ കൊടുത്ത് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ചാള മേടിക്കാനായിട്ട് കയറിയിട്ടാ. ചാളയ്ക്ക് കിലോന് എത്രയാ, 260 രൂപ ട്ടാ. അപ്പൊ അരക്കിലോ വാങ്ങിച്ചു, 130 രൂപയ്ക്ക് ചാള വാങ്ങിച്ചിട്ടാ. ഇപ്പൊ വില കുറഞ്ഞെന്ന് തോന്നുന്നു, 400 സംതിങ് ഉണ്ടായതാണ്. പക്ഷെ കുറെ നേരം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടാ, കടയിൽ നിന്ന് ഇറങ്ങി. അപ്പൊ സുഗുറിന് ഈ ഒരു വണ്ടി കണ്ടപ്പോ അതിന്റെ മുകളിൽ കയറാൻ ഇഷ്ടം. അപ്പൊ സുചേരൻ ലൈറ്റ് ഒക്കെ ഇട്ടൊന്ന് സെറ്റാക്കി. അപ്പൊ ഞാൻ വീഡിയോ എടുക്കാണ്ടപ്പോ സുചേരൻ ലൈറ്റ് ഒക്കെ ഒന്ന് സെറ്റാക്കി കേട്ടോ. അപ്പൊ അത് അവന്റെ ചിരി കണ്ടില്ല. അപ്പൊ വലുതാകുമ്പോൾ ഞാൻ മേടിച്ചു തരാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സുചേട്ടാ. അപ്പൊ നമ്മുടെ ഈ വണ്ടിയിൽ നമുക്ക് മാക്സിമം കൊള്ളാവുന്ന അത്രയും നമ്മൾ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ കട്ടപ്പക്കും കൂടിയിട്ടാണ് കേട്ടോ. നമ്മുടെ പച്ചക്കറി വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അല്ലാണ്ട് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച് നമ്മുടെ സാധനങ്ങളല്ല കേട്ടോ. അപ്പുറത്തെ കടക്കാരൻ നമുക്ക് വെറുതെ തരുന്നതാണ് കേട്ടോ. അപ്പൊ അവർക്ക് വലിയ ചിലവൊന്നുമില്ലല്ലോ. അധികം ഭയങ്കരമായിട്ടും പാടിയിട്ടുള്ള പച്ചക്കറികൾ അങ്ങനത്തെയൊക്കെ നമുക്ക് കട്ടപ്പക്ക് വേണ്ടിയിട്ട് അയാൾ തരും. നമ്മ പകുതി എത്തിയപ്പോൾ മഴ പെയ്തു. എവിടെ പോയാലും ഞങ്ങളുടെ അവസ്ഥ ഇതാണ് കേട്ടോ. പകുതി എത്തുമ്പോൾ മഴ പെയ്യും. ഈ കോട്ടിടുന്ന കാര്യമാണ് ഏറ്റവും നമുക്ക് ദേഷ്യം വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ച് വന്നത്, പക്ഷെ പ്രാർത്ഥന ഏറ്റില്ല, മഴ പെയ്തു. അപ്പൊ ദേ ഞങ്ങൾ കോട്ടൊക്കെ ഇട്ടു കേട്ടോ. കോട്ടൊക്കെ ഇട്ടിട്ട് പോവാൻ പോണാണ്. കുറെ നേരം നിന്നിട്ടുണ്ടെങ്കിൽ കുറെ വൈകും. ഏകദേശം കുറച്ച് നേരമായി, ഒരു 7:30 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴേക്കും തുമ്പിമോളെ ഇടയാനായിട്ടുണ്ട്. അപ്പൊ ദേ നമ്മൾ പോവാണ്. ആകെ ദേ ഈ ഒരു ഭാഗത്ത് മഴ പെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ സുചിര പറയണത് വെറുതെ കോട്ടിട്ടെന്ന് പറഞ്ഞപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങിയിട്ടാ. നമ്മുടെ ആകാശമൊക്കെ ശരിക്കും മേഘാവൃതം പോലെ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ആയിരുന്നു.
അപ്പൊ അത്രേ ഉള്ളൂ ട്ടാ നമ്മുടെ വീഡിയോ. ഇന്ന് നമ്മള് തുമ്പിനെയൊക്കെ എടുത്തിട്ട് നേരെ പുല്ലുറ്റിക്ക് പോയി. പിന്നെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങും ട്ടാ. അതെനിക്ക് നമ്മുടെ എല്ലാ ദിവസത്തെയും ഒരു റൊട്ടീൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പൊ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ട്ടോ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.